എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന മുത്തശ്ശി കഥ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒന്നുകൂടി കേൾക്കുക. എന്റെ കുട്ടികൾ അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ മുത്തശ്ശിയിൽ നിന്ന് തന്നെ കേട്ട് ഉറങ്ങാറുള്ള കഥയാണ് ഈ മുത്തശ്ശി കഥ. ഞാൻ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. പണ്ടൊരു കാട്ടില് ഒരു കുരീലമാടപ്രാവുണ്ടായിരുന്നു. കുരീലമാടപ്രാവ് അങ്ങനെ കാട്ടിലെ സുഖമായിട്ട് കാലത്തെ പോകും, ഭക്ഷണം തേടി തിരിച്ചു വരും, സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ കുരീലമാടപ്രാവ് മുട്ടയിട്ടൊരു എണ്ണി നോക്കിയപ്പോൾ 1, 2, 3, 4, 5 മുട്ടകള്. ഹായ്, മാടപ്രാവിന് സന്തോഷായി. ഞാൻ 5 കുട്ടികളുടെ അമ്മയാണ്. എന്താ എന്റെ ഒരു അവസ്ഥ? ഇതിൽ പരം ഒരു സന്തോഷമുണ്ടോ? എനിക്ക് 5 മക്കളെ ദൈവം തന്നിരിക്കുന്നത് എന്ന് കരുതി എന്ന് മാടപ്രാവ് രാവിലെ എണീറ്റ് മുട്ടകളെ കൊച്ചു തലോടി ഇങ്ങനെ താലോലിക്കും. തന്റെ തൊപ്പ് കൊണ്ട് ഉരുകും. എന്തൊരു മിനുസം, എന്തൊരു മിനുപ്പ്, എന്തൊരു വെള്ളനിറം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും ഇവയെ ലാളിക്കാറുണ്ട്. ഒരു ദിവസം വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് ഓടിപ്പോകും, എന്തെങ്കിലും തീറ്റ തിന്നും, ബാക്കിയുള്ള സമയം മുഴുവൻ ഈ മുട്ടയുടെ പുറത്ത് അടയിരിക്കും. അങ്ങനെയായിരുന്നു മാടപ്രാവിന്റെ ജീവിതം. ഒരു ദിവസം കാലത്തെ തന്നെ ഇങ്ങനെ മുട്ടയെ താലോലിച്ചുകൊണ്ടിരിക്കെ എന്തൊരു പറയണോ, അതിനൊരു മുട്ട എന്നോട് ഉരുട്ട് താഴെ. അയ്യോ, പോയില്ലേ മുതല് എന്ന് കരുതി മാടപ്രാവ് ഉടൻ തന്നെ താഴെ വന്നു. അപ്പോൾ ആ വരിക്കപ്ലാവിന്റെ തൊട്ട് താഴെ നോക്കിയപ്പോൾ ധാരാളം കരിയിലകൾ കൂടി കിടക്കുന്നതിന്റെ ഇടയിലാണ് വീഴുന്നത്. അതുകൊണ്ട് മുട്ടയ്ക്ക് ഒരു കേടും പറ്റില്ല. പക്ഷെ ആ മുട്ടയൊന്ന് എടുത്ത് വീണ്ടും ഈ പൊത്തിലേക്ക് വെക്കണം. അതിനൊരാളെ സഹായത്തിന് ശ്രമിച്ച് കാണാനില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ ആ ഒരു വേടം വരും. വേടം വന്ന വഴിക്ക് മാടപ്രാവ് വന്നു. വേടാ ഒന്ന് നിൽക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ഈ വരിക്കപ്ലാവിന്റെ പൊത്തിൽ 5 മുട്ട ഇട്ടതിൽ നിന്ന് ഒരെണ്ണം താഴെ വീണ്ടും അതൊന്നും എനിക്ക് എടുത്തു വെച്ച് തരാമോ? കേട്ട വഴിക്ക് വേണം പറഞ്ഞു. പിന്നെ ഞാനിപ്പോ പ്രാവിന്റെ മുട്ട എടുക്കാൻ പറ്റല്ലേ എന്ന് ഉടൻ തന്നെ വേഗം പോയി. മാടപ്രാവ് നിരാശയിലായി. വീണ്ടും ആരെങ്കിലും തന്നെ സഹായിക്കാൻ വരികയാണ്. അതാ വരുന്നു. കുറച്ചു കഴിയുമ്പോൾ വളരെ ധൃതിയിൽ ഓടിക്കൊണ്ടൊരു ചുണ്ടലി വരും. ചുണ്ടലിയോട് പറഞ്ഞു, ചുണ്ടലി ഒന്ന് നിൽക്കാമോ? എന്റെ ഈ മുട്ട, ഞാൻ ഈ വരിക്കപ്ലാവിന്റെ പൊത്തിൽ 5 മുട്ട ഇട്ടതിൽ നിന്ന് ഉരുണ്ട് താഴെ വീണതാ ഈ ഒരു മുട്ട. ഇതൊന്നും എടുത്ത് എനിക്ക് കയറ്റി വെച്ച് തരാമോ? ചുണ്ടലി ഒന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ വേണ്ട, നീ ഒരു കാര്യം ചെയ്യാമോ? എനിക്ക് ഈ വരിക്കപ്ലാവിന്റെ പൊത്തിൽ ഞാൻ 5 മുട്ടയിട്ട് ഉരുണ്ട് താഴെ വീണ ഈ മുട്ട എടുത്തു തരാത്ത വേടനെ അതാ പോണത്. ആ വേടന്റെ അമ്പ് തരലാമോ? ചുണ്ടലി പറഞ്ഞു, പറ്റില്ല, എനിക്ക് പറ്റും. കാരണം ഞാൻ വേടന്റെ അമ്പ് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പല്ലിന്റെ മൂർച്ചയൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് പറ്റും, എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞു ചുണ്ടലി ഓടി. ഉടൻ തന്നെ വീണ്ടും മാടപ്രാവ് നിരാശയിലായി. വീണ്ടും നോക്കിയിരുന്നപ്പോ ഒരു സുന്ദരി പൂച്ച മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ആ പുള്ളിക്കാരത്തിയുടെ വരവ് ഇങ്ങനെ പാടിക്കൊണ്ട് വരിക. വേഗം മാടപ്രാവ് മുമ്പിൽ ചെല്ലുകയായി. സുന്ദരി പൂച്ച, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ എന്ന്. ഞാൻ ഈ വരിക്കപ്ലാവിന്റെ പൊത്തിൽ 5 മുട്ടയിട്ടതിൽ നിന്ന് ഉരുണ്ട് താഴെ വീണൊരു മുട്ട എടുത്തു തരാത്ത വേണ്ടത് അമ്പ് തരാത്ത എലിയെ പിടിക്കാമോ? ഉടൻ തന്നെ പൂച്ച പറഞ്ഞു, ഞാനിപ്പോ എലിയൊന്നും അങ്ങനെ പിടിക്കാറില്ല. ഇതെല്ലാം അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ധാരാളം പാല് കട്ടുമുണ്ട്, അതുകൊണ്ട് ശരി അങ്ങനെ പിടിക്കാറില്ല, എനിക്ക് കഴിയാട്ടോ എന്ന് പറഞ്ഞിട്ട് പൂച്ച പോയി. ഉടൻ വീണ്ടും മാടപ്രാവ് നിരാശയായി. ഉടൻ തന്നെ മാടപ്രാവ് ആരെങ്കിലും വരുണ്ടോ എന്ന് നോക്കിയിരുന്നപ്പോൾ വരുന്നൊരു നായക്കുട്ടിയെ വന്നപ്പോ സന്തോഷമായി. നായക്കുട്ടി വരട്ടെ, ഇന്നൊരു പണിയുണ്ട് എന്ന് കരുതി. അങ്ങനെ ഒന്ന് നായക്കുട്ടി വന്നപ്പോ മാടപ്രാവ് പറഞ്ഞു, ഒന്ന് നിൽക്കും നായക്കുട്ടി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന്. നായക്കുട്ടി നിന്ന് കഴിഞ്ഞിട്ട് എന്നൊരൊക്കെ കുറച്ചപ്പോ എന്താ പറയണ്ടേന്ന് ചോദിച്ചു. ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ തോന്നിപ്പോ ഉടനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോകും. ഞാൻ ഈ വരിക്കപ്ലാവിന്റെ പുറത്തുള്ള 5 മുട്ടയിട്ടതിൽ ഉരുണ്ട് താഴെ വീണ ഒരു മുട്ട എടുത്തു തരാത്ത വേടന്റെ അമ്പ് തരാത്ത എലിയെ പിടിക്കാത്ത സുന്ദരി പൂച്ചയെ പിടിക്കാമോ?
നായക്കുട്ടി പറഞ്ഞു, ഞാനിപ്പോ ഈ വഴിക്ക് വേറെ വഴിക്കാണോ, എനിക്കിപ്പോ പൂച്ച പിടിക്കാൻ പറ്റില്ല എന്നാണ് നായക്കുട്ടിയും വിട്ടേച്ചു പോയി. മാടപ്രാവും നിരാശയായി, ആകെ വിഷമായി. ഒന്ന് വേഗം ചെന്ന് നോക്കും, തന്റെ മുട്ടയെ ചെന്ന് നോക്കും. മുട്ട അവിടെ കിടക്കുക, നേരാണെങ്കിൽ ഇതാ സന്ധ്യയാകാൻ പോവുകയാണ്. എന്തൊരു വഴി വേണ്ടു, ഈ മുട്ട ഇപ്പൊ ആരെങ്കിലും എടുത്ത് കൂട്ടിലേക്ക് കയറ്റി വെച്ച് തന്നില്ലെങ്കിൽ ദൈവമേ എന്ത് ചെയ്യും എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോൾ ദാ വരുന്നു പിന്നീട് ഒരു തീപ്പന്തം. തീപ്പന്തം ഇങ്ങനെ തുള്ളി തുള്ളി പോവുക. തീപ്പന്തത്തിന് വേഗം കൈ കാണിച്ചവളെ നിർത്തും. എന്നിട്ട് തീപ്പന്തമേ തീപ്പന്തമേ ഞാനൊരു കൂട്ടം പറയട്ടെ, പറഞ്ഞോളൂ നോക്കി പന്താടന്നു. പന്തത്തിന്ന വഴിക്ക് മാടപ്രാവ് പറഞ്ഞു, ഞാൻ ഈ വരിക്കപ്രാവിന്റെ പൊത്തിൽ 5 മുട്ടയൊക്കെ ഉരുണ്ട് താഴെ വീണ ഒരു മുട്ട എടുത്തു തരാത്ത വേടന്റെ പാമ്പുകരളാത്തെലിയെ പിടിക്കാത്ത സുന്ദരിപ്പൂച്ചയെ പിടിക്കാത്ത നായക്കുട്ടിയുടെ വാലുണ്ടല്ലോ, രോമം മറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന വാല്, ആ വാലിനൊന്ന് തീ കൊടുക്കാമോ, അതൊന്ന് കരിച്ചു കളയാമോ? ഈ പന്തം പറഞ്ഞു. അയ്യോ, നേരം പോയ നേരത്ത് ഞാനിപ്പോ നായക്കുട്ടിയുടെ പുറകെ ഓടല്ല, എനിക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞ് നായക്കുട്ടി ഓടിച്ചു. തീപ്പന്തോ ഓടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആകെ നിരാശയായി. അയാൾ സന്ധ്യയാകാൻ പോകുന്നു, എന്തൊരു വഴി വേണ്ടു, എന്റെ കുഞ്ഞ് നഷ്ടപ്പെടുമല്ലോ, എന്റെ ദൈവമേ ആരും തന്നെ ഇല്ലല്ലോ, മനസ്സേക്ക് നോക്കി പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞൊരു അമ്മയുടെ കരച്ചിലായിരുന്നു. ആ കാട് മുഴുവൻ മുഴങ്ങിക്കഴിഞ്ഞു. ഉടൻ തന്നെ നോക്കുമ്പോൾ ദാ ഒരു വെള്ളം വരും, ഒരു കുടം വെള്ളം ഇങ്ങനെ തുള്ളി 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 വരും. അതിൽ നിന്ന് 1-2 തുള്ളി മാടപ്രാവിന്റെ ദേഹത്ത് വീണു. ദേഹത്ത് വീണപ്പോൾ കണ്ണു തുറന്ന് നോക്കി, മഴ പെയ്യാൻ പോവുകയാണ്, എന്റെ മുട്ടതാ ഇപ്പൊ ഒലിച്ചു പോകും എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചപ്പോൾ അതൊരു കുടം വെള്ളം തുള്ളി വരുമ്പോഴാണ് വേഗം ഓടിച്ചെന്ന് ആ വെള്ളത്തിനോട് പറഞ്ഞു, കുടം വെള്ളമേ കുടം വെള്ളമേ, ഒന്ന് നിൽക്കൂ, ഞാൻ ഒരു കുടം പറയട്ടെ, ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയ പോലെ ഒന്ന് നിർത്തി. അന്നേരം മാടപ്രാവ് പറഞ്ഞു, എനിക്ക് ഇനി വിളിക്കാൻ ആരുമില്ല, ഞാൻ ഒരുപാട് പേരുകളായി സഹായിക്കണം, എന്നെ വെള്ളം കൂടാൻ സഹായിക്കാണ്ട് പറ്റില്ല, എന്താ വേണ്ടതെന്ന് പറയൂ, എന്താന്ന് പറയൂ എന്ന് പറഞ്ഞ് കുടം വെള്ളം ചോദിച്ചു മാടപ്രാവിനോട്. എന്ത് സഹായമാണ് ഞാൻ ചെയ്യുന്നത്? വെള്ളം തന്നെ പറഞ്ഞു, ഞാൻ ഈ വരിക്കപ്രാവിന്റെ പൊത്തിൽ 5 മുട്ടയിട്ടത് ഉരുണ്ട് താഴെ വീണൊരു മുട്ട എടുത്തു തരാത്ത വേടന്റെ പാമ്പുകരളാത്ത ചുണ്ടലിയുടെ പിടിക്കാത്ത പൂച്ചയെ പിടിക്കാത്ത നായക്കുട്ടിയുടെ വാല് പിടിക്കാത്ത തീപ്പന്തത്തിന്റെ പോയി കിടത്താമോ തീപ്പന്തത്തിന് എന്ന് ഉടൻ തന്നെ വെള്ളം പറഞ്ഞു, ഞാൻ കിടക്കാം, തീപ്പന്തത്തിനെ കിടക്കണം, കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വെള്ളം കൂടെ ഓടി തീപ്പന്തത്തിന്റെ പുറകെ. തീപ്പന്തം വെള്ളം കൂടെ പുറകെ വന്നാണ്ടപ്പോൾ പ്രാവും പറന്ന് ചെല്ലുക, എന്താ ഈ വെള്ളം എന്റെ കയ്യിലേക്ക് വരണേ ബന്ധു കരുത്തി നോക്കിയപ്പോൾ പ്രാവിനെ കണ്ട വഴി തീപ്പന്തത്തിൽ കാര്യം മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ തീപ്പന്തം നായക്കുട്ടിയുടെ വാലിലിരിക്കാൻ. നായക്കുട്ടിയാകട്ടെ എന്തെനിക്ക് ഇങ്ങനെ ഒരു ചൂടനുഭവപ്പെടുന്നത്, എന്റെ മേലേക്ക് എന്താ ഈ തീപ്പന്തം ഓടി വരണേ എന്ന് കരുതി പ്രാവിനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഉടൻ തന്നെ നായക്കുട്ടി പൂച്ചയെ പിടിക്കാൻ. പൂച്ചയാകട്ടെ നായക്കുട്ടി വരണ കണ്ടപ്പോൾ ഒന്ന് തിരിഞ്ഞ് മറഞ്ഞ് ഓടി നോക്കി. പക്ഷെ നായക്കുട്ടി പുറകിൽ നിന്ന് മറഞ്ഞു. ഉടൻ തന്നെ പൂച്ചടിച്ചതായിട്ട് പ്രാവിനെ കൂടെ കണ്ടായിട്ട് മനസ്സിലായി താൻ എലിയെ പിടിക്കാത്തോട്ടാണ്. ഉടൻ തന്നെ പൂച്ച എലിയെ പിടിക്കാം. പൂച്ചയുടെ കാര്യത്തിൽ കേട്ട് മ്യാവും കയർന്നിട്ട് ചെല്ലണ കേട്ട വഴി ചുണ്ടലിക്ക് കാര്യം മനസ്സിലായി. തന്റെ പുറകെ ഒരു പൂച്ചയുണ്ട്, തന്നെപ്പം പിടിച്ചു തിന്നു, എന്തു വേണമെന്ന് എന്ന് നോക്കിയപ്പോൾ മാടപ്രാവ് പോയി. ഇപ്പൊ കാര്യം മനസ്സിലായി, വേടനെ പോയി. വേടന്റെ പുറകെ ചെന്ന് അമ്പങ്ങോട് കരടാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത് തന്നെ ഒരു മരത്തിന്റെ വേരിൽ തല വെച്ചുകൊണ്ട് തന്നെ വന്നു വരുന്നത്. എലി അമ്പ് കരടാൻ ശബ്ദം കേട്ടപ്പോൾ നോക്കുമ്പോഴെന്താ തീപ്പന്തം വെള്ളംകുടം എല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. വേടൻ കണ്ണു തുറന്ന് നോക്കുമ്പോ തന്റെ അമ്മയാണ് എലി കരടുന്നത്. ഉടൻ തന്നെ വേടന് കാര്യം മനസ്സിലായി. വേടൻ ഒരൊറ്റ ഓട്ടമാണ്, ഞാനെടുത്തു തരാം നിന്റെ മുട്ട, പ്രാവേ ചതിക്കരുത്, എന്റെ അമ്മ വരരുത്, ഞാൻ നിന്റെ മുട്ട എടുത്തു വെച്ചു തരാം, എലിയോട് വേണ്ടെന്ന് പറയേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വേടൻ ആ മുട്ടയെടുത്ത് വളരെ ഭവ്യതയോടെ ആ വരിക്കപ്രാവിന്റെ പൊത്തിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. മാടപ്രാവ് സന്തോഷമായി. മാടപ്രാവ് എല്ലാവരോടും നന്ദി പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചതുകൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു ആപത്തും വന്നില്ല, എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ വരിക്കപ്രാവിന്റെ പൊത്തിൽ പോയി അവിടെ ഇരുന്ന് തന്റെ മുട്ടയ്ക്ക് അടയിരുന്നു. കൂട്ടുകാരെ, എന്റെ മുത്തശ്ശി കഥ ഇവിടെ തീരുകയാണ്. നാം ഒന്നാണ് ആലോചിക്കേണ്ടത്, ഈ കഥയിലുള്ള ഗുണപാഠം എന്താ? തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ, ആ കുഞ്ഞിനെ
തിരിച്ചു കിട്ടുന്നത് വരെ വിശ്രമമില്ലാതെ യാതൊരുവിധ ഉച്ചനീചത്വങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഓരോ അമ്മയ്ക്കും തന്റെ കുഞ്ഞ് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇതോടെ എന്റെ മുത്തശ്ശി കഥ നമുക്കായി ഈ കഥ അവതരിപ്പിച്ചത് ശ്രീമതി മാലതി. അടുത്തതായിട്ട് ജഡ്ജസിന്റെ വിധി നിർണയമാണ്. ഇവിടെ പങ്കെടുത്ത മുത്തശ്ശിമാർ